ബ്ലൈൻഡ് സൈഡ് ഡയറക്ടഡ് ബൈ ജോൺ. ഈ ഒരു സിനിമ എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിടിലം പടമാണ്. പക്ഷെ പഴയ പടമാണ്, 2009 റിലീസ് ചെയ്തൊരു മൂവിയാണ്. പക്ഷെ ഇത് ഭയങ്കര ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കാരണം ഈ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയുമ്പോൾ അത് തീരെ ലാഗ് ഇല്ലാതെയാണ് ആ സിനിമ പോകുന്നുണ്ടെങ്കിൽ കിതു സാധനവും അതേപോലത്തെ ഒരു പടം തീരെ ലാഗ് ഇല്ലാതെ തീരെ ലാഗ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ സീന് പോലും ഇതിനും അനാവശ്യമായിട്ടുള്ളത് ആണെന്നുള്ള എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അപ്പൊ സിനിമ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്ക് നടന്നൊരു സംഭവമാണ് ഈ ഒരു പടം. അപ്പൊ അത് ഇതിൽ മൈക്കൽ ഓഹർ എന്ന് പറഞ്ഞ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ഫുട്ബോൾ പ്ലെയർ ഉണ്ട്. അമേരിക്കൻ ഫുട്ബോൾ പ്ലെയർ ഫുട്ബോൾ എന്ന് അമേരിക്കയിൽ പറഞ്ഞാൽ ശരിക്കും റഗ്ബിയാണ്. ഒരു റഗ്ബി പ്ലെയർ ഉണ്ടായിരുന്നു. മൂപ്പരാളെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പോവർട്ടി, അതായത് പട്ടിണി കൂടെ കിടന്നു പറഞ്ഞാൽ ഒരു വീടും കൂടി ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ ആളെ ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരി ദത്തെടുക്കണതാണ്. ദത്തെടുത്തിട്ട് ആ ഒരു ഫാമിലിയുടെ ഒരു അംഗമായിട്ട് മാറുന്നതാണ് മൂപ്പരാളെ കഥ. സിനിമ തന്നെയാണ്. അപ്പൊ അത് ഈ ഒരു അഡോപ്റ്റ് എന്താ പറയുക ദത്തെടുക്കലെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ കിട്ടും. അതുവരെ ഈ ഒരാളെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ പാട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഈ ഒരു സിനിമ പറഞ്ഞല്ലോ ഈ ഒരു ദത്തെടുക്കൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെ ബോറടിക്കില്ല. നമ്മൾ ഇങ്ങനെ ചിരിച്ചിട്ട് ഈ സിനിമ മുഴുവനായിട്ട് ഇന്ന് കാണും. പിന്നെ ഇതിന് വരുന്ന ഇമോഷണൽ സാധനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് എടുത്ത് വെച്ചിട്ടുള്ളത്. 2009 ഒരു പഴയ ഇവിടുന്ന് എത്ര 10-16 കൊല്ലം മുന്നത്തെ മൂവിയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കാണാതിരിക്കേണ്ട. ഒരു ഫീൽ ഗുഡ് മൂവി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമന്റെ പുറത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മൈക്കൽ ഓഹർ എന്ന് പറഞ്ഞ ഈ ദത്തെടുത്ത ഫാമിലി മൈക്കൽ ഓഹർ എന്ന് പറഞ്ഞ ഈ ഒരാളും കൂടി ഇപ്പൊ കേസിലാണ്. കോടതിയിൽ ഇപ്പൊ ഒരു കേസിലാണ്. അത് വിധി വന്നിക്കണമെന്നുള്ള എനിക്കറിയില്ല. അത് ഈ സിനിമനെ ചൊല്ലിയിട്ടുള്ള ഒരു തർക്കത്തിൽ സിനിമ മൈക്കൽ ഓഹർ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ആ സിനിമയിൽ ഇല്ല കേട്ടോ. ഇത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം നടന്ന കാര്യങ്ങൾ, 2 കൊല്ലം മുന്നേ നടന്ന കാര്യങ്ങളാണ്. പൈസന്റെ എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കേസിലാണ്. അതെന്തോ ആയിക്കോട്ടെ, അതിന് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്നുള്ള അറിയില്ലല്ലോ. മീഡിയ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് പോട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഈ സിനിമ നിങ്ങൾക്ക് ഉടനീളം ഇരുന്ന് കാണാൻ പറ്റും. ഒരു ഫീൽ ഗുഡ് സാധനമാണ്. ഇതിന്റെ റഗ്ബി മാച്ചൊക്കെ നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ റഗ്ബി മാച്ച് എന്ന് പറയുമ്പോൾ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല. കാരണം അതല്ല ടോപ്പിക് അതെ. അത് മൈക്കൽ ഓവറിന്റെ ലൈഫ് നമ്മൾ മുന്നിലേക്ക് വിഷ്വലി റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഭയങ്കരമായിട്ട് ഇമോഷണൽ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇവരെ സ്നേഹമാണെന്നുണ്ടെങ്കിൽ ഇവർ എന്താണോ ഈ സിനിമയിൽ കാണിക്കുന്നത് അത് മുഴുവനും നമുക്ക് കണക്ട് ആവാൻ പറ്റുന്ന രീതിയിലാണ് ഒരു സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഈ സിനിമയെ പറ്റി അധികം ആരും സംസാരിക്കണം കേട്ടിട്ടില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലിലുള്ള ഒരു 30 സെക്കൻഡിന്റെ ക്ലിപ്പാണ് ഞാൻ കണ്ടത്. അത് ഇഷ്ടമായപ്പോൾ എനിക്ക് സിനിമ കാണാൻ തോന്നിയാണ്. അങ്ങനെ കണ്ട പടമാണത് ദി ബ്ലൈൻഡ് സൈഡ് എന്ന് പറഞ്ഞത്. എനിക്ക് പേഴ്സണലി ഒരു ഫീൽ ഗുഡ് മൂവീസ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിലാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് കാണാൻ. അപ്പൊ ഞാൻ പറയുന്നത് അതേപോലത്തെ ഒരാളാണ് ഫീൽ ഗുഡ് മൂവീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇതിന്റെ പെർഫോമൻസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ മൈക്കൽ ഓഹർ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ ഉണ്ട്. ഈ ഒരു ആളെ അത് ക്യാരക്ടറായിട്ട് ചെയ്ത ആളുണ്ടല്ലോ, മൂപ്പരാൾക്ക് മാത്രമാണ് ഇതിൽ നല്ല രീതിയിൽ അഭിനയിക്കാനുള്ളത്. ബാക്കിയുള്ളവർക്ക് ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ മൂപ്പരാൾക്കാണ്. ട്യൂബായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഈ സിനിമയിൽ മൈക്കൽ ഓഹർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എന്താ പറയുക ഒട്ടം നീളം എന്താ പറയാ അങ്ങനെ ഒരു പാവത്താനായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിന്റെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ അഡാപ്റ്റ് ചെയ്യണ ഇത് എത്തിരിക്കണ ഈ വൃത്തിയായിട്ട് നിൽക്കുന്ന ഫാമിലി ഉണ്ടല്ലോ, അവർ ആ ക്യാരക്ടേഴ്സ് ചെയ്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ അഭിനയിച്ച് മറിക്കാനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിക്കാനുള്ളത് ഇതിന്റെ മെയിൻ റോളിൽ മാത്രമേ ഉള്ളൂ. മൂപ്പരാൾ കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഞാൻ അഭിനയിച്ച് മറിക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വെച്ച റോൾ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആണ്. മനസ്സിലായില്ല? അപ്പൊ ഇത് ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു അണ്ടർ റേറ്റഡ് ജെമ്മാണ് ഈ ഒരു ബ്ലൈൻഡ് സൈഡ് എന്ന് പറയുന്ന സിനിമ. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.